ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രേഷ്മ സജു ഒഫീഷ്യൽ. നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ന് ജീരക ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾ ജീരക ചിക്കൻ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോവാണ്. ഒരു സത്യം പറയട്ടെ, ഞാൻ ജീരക ചിക്കൻ ഒന്നും തയ്യാറാക്കാൻ പോയതല്ല, ഒരു സാധാരണ ചിക്കൻ കറി വെക്കാൻ പോയതാണ്. പക്ഷേ അത് ജീരക ചിക്കനായി മാറി. എങ്ങനെയാണെന്ന് അറിയണ്ടേ? പതിവ് പോലെ നമ്മൾ സാധാരണ ചെയ്യുന്നത് കൂട്ട് എണ്ണയൊക്കെ ഒഴിച്ച് സവാളയൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് ബാക്കി സാധനങ്ങളും കൂടെ ഒക്കെ ചേർത്ത് വഴറ്റിയെടുത്ത് പൊടികളൊക്കെ ചേർത്ത് വെക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ചില ട്വിസ്റ്റുകൾ സംഭവിച്ചത്. അങ്ങനെയാണ് ഈ കറി ജീരക ചിക്കനായിട്ട് മാറിയത്. സവാള എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എണ്ണയും സവാളയും കൂടി നന്നായിട്ട് എണ്ണയിൽ കിടന്ന് സവാള നന്നായിട്ട് വഴണ്ടി വരണം. വഴണ്ടി വരുന്നതിൻ്റെ ഇടയിൽ ഓരോന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളിയും സവാളയും കൂടെ നന്നായി കൂട്ടി ഇളക്കി അതൊന്ന് വാടി വന്നപ്പോൾ അതിനകത്തേക്ക് പച്ചമുളകും ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി ഇത് നന്നായി വാടി വന്നൊരു ഗോൾഡൻ ബ്രൗൺ നിറമായപ്പോഴത്തേക്കും അതിലേക്ക് പിന്നെ പൊടികൾ ചേർത്ത് കൊടുത്തു. പൊടികളൊക്കെ നേരത്തെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് സഹിതം അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ആ ഉള്ളിയും എല്ലാമായിട്ട് കൂട്ടി ഇളക്കി ചെറിയ തീയിലിട്ട് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുക്കറിലാണ് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരുന്ന രീതിയിൽ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് വേഗത്തിൽ കറി വെക്കുകയും ചെയ്യാം. ഗ്രേവി ആക്കിയിട്ട് ഇങ്ങനെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ചിക്കൻ വേവുന്ന വെള്ളവും അതിൻ്റെ കൂടെ ഉണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം മാത്രമായിട്ട് എടുക്കാം. കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം ഒഴിക്കാം. ചിക്കനും ഗ്രേവിയും പ്രത്യേകമാക്കിയത് കൊണ്ട് തന്നെ രണ്ടും കൂടെ നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സാക്കി എടുക്കണം. ഗ്രേവിക്കകത്തേക്ക് ചിക്കൻ ഇട്ട് നന്നായി ഇളക്കിയെടുക്കണം. കുറച്ചധികം സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരു വിസിൽ വരുത്തി കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ആ വിസിൽ ജസ്റ്റ് പൊക്കി ആ ആവി അങ്ങ് കളയണം. അല്ലെങ്കിൽ ചിക്കൻ അതിലിരുന്ന് അങ്ങ് വെന്തു പോകും. ഒറ്റ വിസിൽ മതി ചിക്കൻ വേവാന്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് കറിയിലേക്ക് ഇട്ട് കഴിയുമ്പം ചിക്കൻ പൊടിഞ്ഞു പോകും. ഇങ്ങനെ കുക്കറിൽ വേവിച്ചിട്ട് എടുക്കുമ്പം ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ടേസ്റ്റിന് ഒരു കുറവില്ല. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ചുകൂടി സമയ ലാഭത്തിൽ കറി വയ്ക്കാൻ പറ്റും. ഗ്രേവിയും ചിക്കനും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം.
ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് കൂടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ മുതലാണ് എനിക്ക് പണി കിട്ടിയത്. ആദ്യം ഞാൻ പെരുംജീരകപ്പൊടി പാകത്തിന് ചേർത്ത് കൊടുത്തു. ഇതിന് തൊട്ട് പിന്നാലെ ഞാൻ ഗരം മസാലയാണെന്നും പറഞ്ഞ് ചേർക്കുന്നത് ജീരകമായിരുന്നു. എനിക്ക് പനി ആയതുകൊണ്ട് മൂക്കൊക്കെ അടഞ്ഞിരിക്കുമായിരുന്നു, അതുകൊണ്ട് അറിഞ്ഞില്ല. ഈ ചേർത്ത് കൊടുത്തത് ജീരകമായിരുന്നു, ഞാൻ അറിഞ്ഞതേ ഇല്ല. ജീരകത്തിന് അത്യാവശ്യം നല്ല മണമുള്ളതാണ്, പക്ഷെ മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ മണം അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഞാനങ്ങ് ഇട്ട് കൊടുത്തു, പക്ഷെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം ഇളക്കിയൊക്കെ എടുത്ത് പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം, പക്ഷെ എനിക്ക് അപ്പോഴും സംഭവം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഞാൻ എന്നെ കൊണ്ട് ഒന്ന് കറി ടേസ്റ്റ് ചെയ്തു. കറിയൊക്കെ എന്തോ എന്നറിയാൻ പുള്ളി ജസ്റ്റ് അടുക്കള വഴി കറങ്ങാൻ വന്നു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളി അപ്പുറത്തോട്ട് പോയ സമയത്താണ് ഞാൻ ഈ പണി പറ്റിച്ചത്. എന്തോ ആയിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് ആൾ വന്ന് ജസ്റ്റ് വായിൽ വെച്ച് നോക്കിയപ്പോൾ ഉണ്ട് പുള്ളിക്ക് ഡൗട്ട് അടിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ഇതിനകത്ത് മസാലയൊന്നും അല്ല ചേർത്തെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ടീനെടുത്ത് മണപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് ജീരകമല്ലേ എന്ന് പറഞ്ഞു. അപ്പം ആകെ പണി കിട്ടിയെന്ന് മനസ്സിലായി. പിന്നെ തേങ്ങാപ്പാൽ ഏട്ടൻ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ട് വന്ന് അത് ചേർത്തു. പക്ഷേ എന്നിട്ടൊന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് അപ്പോഴും ആ ജീരകത്തിൻ്റെ കുത്തൽ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ കറി അല്ലാതെ ബാക്കിയെല്ലാം കൊണ്ട് നല്ല രീതിയിൽ വന്നു. കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് കറിയെ മൂടി ചെയ്തെല്ലാം എടുത്തു. പക്ഷേ ടേസ്റ്റിൽ അങ്ങോട്ട് അറിയില്ലല്ലോ. ജീരകമൊന്നും ചേർത്ത് ഇതുവരെ ഞാൻ ചിക്കനൊന്നും കഴിച്ചിട്ടില്ല. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. അപ്പം ഇങ്ങനെയാണ് ഇത്.